മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. 20 ചിത്രകാരന്മാർ തീർത്ത നിറങ്ങളുടെ ലോകം. വിവിധ വിഷയങ്ങളിൽ പല സങ്കേതങ്ങളിൽ തീർത്ത ചിത്രങ്ങളാണ് ഓരോന്നും. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലെത്തിയാൽ കണ്ണിറയെ ആസ്വദിക്കാം പ്രശസ്തരായ ചിത്രകാരന്മാരുടെയും ശില്പികളുടെയും സൃഷ്ടികൾ. 80ഓളം ചിത്രങ്ങളും 6 ശില്പങ്ങളുമാണ് കണ്ണൂർ ആർട്ട് ഫൗണ്ടേഷൻ ഒരുക്കിയത്. ഗ്ലാസിനുള്ളിൽ നേരിട്ട് പെയിന്റ് ചെയ്തുള്ള ടി കലാധരന്റെ ഓർത്തിക് ശൈലിയിലുള്ള ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ എടുത്തു പറയേണ്ടത്. സെൻട്രൽ ലളിതകലാ അക്കാദമിയുടെ ഇന്ത്യയിലെ മികച്ച ചിത്രകാരനുള്ള പുരസ്കാരം നേടിയ KR കുമാരൻ പ്രകൃതി നശീകരണത്തിലുള്ള ആശങ്കയാണ് പങ്കിടുന്നത്. യുവചിത്രകാരന്മാരുടെ ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട്. അക്രിലിക്, ചാർക്കോൾ, ജലച്ചായം എന്നിങ്ങനെ വിവിധ മാധ്യമങ്ങളിൽ തീർത്ത ചിത്രങ്ങളാണ് ഇക്കൂട്ടത്തിലുള്ളത്. ശ്രീജ പള്ളം, ഒ സുന്ദർ, ബിനുരാജ് കലാപീഠം, ധനരാജ് കീഴറ, TT ഉണ്ണികൃഷ്ണൻ, NB ലതാദേവി തുടങ്ങിയ ചിത്രകാരന്മാരുടെ സൃഷ്ടികളാണ് പ്രദർശനത്തിലുള്ളത്. യഥാർത്ഥത്തിൽ ഈ ചിത്ര പ്രദർശനം കേരള ചിത്രകലയുടെ അല്ലെങ്കിൽ കേരളത്തിലെ ആർട്ട് പ്രാക്ടീസിൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. ഇങ്ങനെ പറയാനുള്ള കാരണം കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നുള്ള ചിത്രകാരന്മാരുടെ പ്രാതിനിധ്യം ഇതിലുണ്ട്. എല്ലാ മീഡിയങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ദേശീയ തലത്തിൽ സംസ്ഥാന തലത്തിലുമൊക്കെ പുരസ്കാരം നേടിയിട്ടുള്ള ചിത്രകാരന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വർത്തമാനകാല രാഷ്ട്രീയവുമായും സാംസ്കാരികവുമായും സാമൂഹികവുമായും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചിത്രകാരന്മാരുടെ സ്വാഭാവികമായ പ്രതികരണം എന്ന രീതിയിൽ ഇതിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെ കാലികമല്ലാത്ത പാരമ്പര്യ രീതിയിലുള്ള ചിത്രങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഒരുപക്ഷെ കേരളത്തിലെ ചിത്രകലയുടെ പരിപ്രേക്ഷ്യമാണിത് എന്ന് അവകാശപ്പെട്ടത്. വർഗീസ് കളത്തിലാണ് കോർഡിനേറ്റർ. സണ്ണി പോൾ, പ്രേം പി ലക്ഷ്മൺ, നവനീത് രാജ് എന്നീ ശില്പികളുടെ ശില്പങ്ങളും പ്രദർശനത്തിലുണ്ട്. ഇതിൽ പ്രേം പി ലക്ഷ്മണിന്റെ വീപ്പിംഗ് ബുദ്ധ ആൻഡ് സ്മൈലിംഗ് ബുള്ളറ്റ്സ് പ്രദർശനം കാഴ്ചക്കാരെ പിടിച്ചു നിർത്തും. കരയുന്ന ബുദ്ധന്റെ മടിയിൽ തോക്കും അതിന്റെ അറ്റത്ത് കൊരുത്തുകിടക്കുന്ന പ്രാവുമാണ് ശില്പത്തിൽ. നവനീത് ഒരുക്കിയ ദൂക്കാൻ എന്ന ശില്പം A4 ഷീറ്റിന്റെ വലിപ്പം മാത്രമാണുള്ളതെങ്കിലും 4 വ്യത്യസ്ത കടകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചതായി കാണാം. മെയ് 7 പ്രദർശനം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഹരിപ്രസൂൺ ജ്വല്ലറി, ബസ് സ്റ്റാൻഡ്, കൂത്തുപറമ്പ്.